വചനം 48 വാക്കർത്ഥം. വ ഇന്നഹു നിശ്ചയമായും അത്, ഇത്, ലതദ്കിറത്തുൻ ഒരു സ്മരണ ആകുന്നു, ഉപദേശം ആകുന്നു, ഉത്ബോധനം ആകുന്നു, ലിൽ മുത്തഖീൻ സൂക്ഷിക്കുന്നവർക്ക്, ഭയഭക്തന്മാർക്ക്. وَإِنَّهُ لَتَذْكِرَةٌ لِّلْمُتَّقِينَ നിശ്ചയമായും അത് അഥവാ ഖുർആൻ ഭയഭക്തന്മാർക്ക് ഒരു സ്മരണയാകുന്നു. വചനം 49 വാക്കർത്ഥം. വ ഇന്നാ ലനഅലമു നിശ്ചയമായും നാം അറിയുന്നു, നമുക്കറിയാം, അന്ന മിൻകും നിങ്ങളിലുണ്ടെന്ന്, മുകദ്ദിബീൻ ചില വ്യാജമാക്കുന്നവർ. وَإِنَّا لَنَعْلَمُ أَنَّ مِنكُم مُّكَذِّبِينَ നിശ്ചയമായും നമുക്കറിയാം, നിങ്ങളുടെ കൂട്ടത്തിൽ ചില വ്യാജമാക്കുന്നവരുണ്ടെന്ന്. വചനം 50 വാക്കർത്ഥം. വ ഇന്നഹു ലഹസ്രത്തുൻ നിശ്ചയമായും അത് ഖേദം തന്നെ, സങ്കടമാണ്, ദുഃഖ ഹേതുവാകുന്നു, അലൽ കാഫിരീൻ അവിശ്വാസികളുടെ മേൽ. وَإِنَّهُ لَحَسْرَةٌ عَلَى الْكَافِرِينَ നിശ്ചയമായും അത് അവിശ്വാസികളുടെ മേൽ ഖേദകാരണവുമത്രേ. വചനം 48 മുതൽ 50 വരെയുള്ളതിൻ്റെ വിശദീകരണം. സൂക്ഷ്മത പാലിക്കുന്ന ഭയഭക്തന്മാരായ സത്യവിശ്വാസികളായിരിക്കും യഥാർത്ഥത്തിൽ ഖുർആൻ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ടാണ് പലപ്പോഴും ഖുർആൻ ഭയഭക്തന്മാർക്ക് സ്മരണയാണ്, ഭയഭക്തന്മാർക്ക് മാർഗദർശനമാണ് എന്നും മറ്റും അല്ലാഹു പറഞ്ഞു കാണുന്നത്. ഖുർആനെ വ്യാജമാക്കി നിഷേധിക്കുന്നവരെപ്പറ്റി അല്ലാഹു ശരിക്കും അറിയാഞ്ഞിട്ടല്ല അവരെ തൽക്കാലം ഒഴിവാക്കിയിരിക്കുന്നത്, അറിഞ്ഞും കൊണ്ട് തന്നെയാണത്. അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നൊക്കെയാണ് 49 വചനത്തിൻ്റെ സാരം. ഖുർആന്റെ അനുയായികൾക്ക് അത് വിജയത്തിനും മോക്ഷത്തിനും കാരണമാകുന്നതുപോലെ അതിൽ അവിശ്വസിക്കുന്നവർക്ക് അത് ഖേദത്തിനും ദുഃഖത്തിനും കാരണമായിത്തീരുന്നു. ഖുർആൻ മുഖേന സജ്ജനങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ കാണുമ്പോൾ വിശേഷിച്ചും അവർ തങ്ങളെപ്പറ്റി ഖേദിക്കുമല്ലോ. ഇതാണ് 50 വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. വേദഗ്രന്ഥവും റസൂലും അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അതിൻ്റെ പേരിൽ അവർക്ക് ഒരു വിധത്തിൽ ഒഴിവുകഴിവ് സമർപ്പിച്ചു നോക്കാമായിരുന്നു. ഖുർആനും റസൂലും വന്നു കഴിഞ്ഞതുകൊണ്ട് ഇനി അതിനുള്ള പഴുതും അടഞ്ഞു പോയിരിക്കുകയാണ്. 20 അധ്യായം 134, 28 അധ്യായം 47 മുതലായ വചനങ്ങൾ നോക്കുക.